നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും ഒപ്പം കുറുനരി ആക്രമണവുമായതോടെ ദുരിതത്തിൽ മുത്തുള്ളിയാൽ തോപ്പിലെ കുടുംബങ്ങൾ. മേഖലയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തെക്കുംപാടം, മുത്തുള്ളിയാൽ തോപ്പ്, ഊരകം മേഖലകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അവളിശ്ശേരി പഞ്ചായത്തിൽ കൂട്ടായ്മയുടെ മാതൃക. നാട്ടുകാരുടെ നികുതിപ്പണം വിനിയോഗിച്ച് ജലാശയത്തിന് പുനർജീവൻ നൽകി വാർഡ് മെമ്പർ. വാർത്തകൾ വിശദമായി. വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും ഒപ്പം കുറുനരി ആക്രമണവുമായതോടെ ദുരിതത്തിൽ മുത്തുള്ളിയാൽ തോപ്പിലെ കുടുംബങ്ങൾ. മേഖലയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് മാലിന്യം കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദുരിത ജീവിതത്തിലാണ് മേഖലയിലെ കുടുംബങ്ങൾ. രോഗികളും വയോജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഏറെ ക്ലേശം സഹിച്ചാണ് ഇവിടെ കഴിയുന്നത്. പടിഞ്ഞാട്ടുമുറി JB സ്കൂളിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഭീഷണി. പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇവർക്ക് വെള്ളം പലപ്പോഴും കിട്ടാക്കനിയാണ്. മറുവശത്ത് കുറുനരിയുടെ ആക്രമണവും ഭയന്നാണ് ഇന്നാട്ടുകാർ കഴിയുന്നത്. ഈ വെള്ളം കയറിയ പ്രദേശത്താണ് നമുക്ക് കുറുനരിയുടെ ശല്യം കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇവിടുത്തെ ഈ പൊന്തക്കാടുകളിലൊക്കെ കുറുനരിയെ കയറിയിരിക്കുന്നുണ്ടാവും. ആളുകൾ വെള്ളത്തിൽ കൂടിയാണ് പോണത്. ഇപ്പോൾ വടിയും പിടിച്ചിട്ടാണ് വെള്ളത്തിൽ കൂടെ പോണത്. പാമ്പിൻ്റെ ശല്യം, കുറുനരിയുടെ ശല്യം, അതിൻ്റെ ഇടയിൽ തെരുവ് നായ്ക്കള്, അതുപോലെ അതിൻ്റെ ഇടയിൽ മലമ്പാമ്പിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ പാമ്പും എല്ലാം കൂടിയിട്ട് ആളുകൾക്ക് ജീവിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു 2 മാസം വെള്ളത്തിൻ്റെ ശല്യം, ഇത് കഴിഞ്ഞാൽ കുറുനരിയുടെ ശല്യം വീണ്ടും വരും. ഒന്നാമത് ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾക്ക് ഒരുപാട് പറമ്പുകളുണ്ട്. അവരിതൊന്നും കൃത്യമായിട്ട് വെടുപ്പാക്കൊന്നും ചെയ്യാണ്ട് ആകെ എന്താ പറയുക, ആമസോൺ കാട് പോലെയാണ് ഈ പ്രദേശത്ത് മൊത്തം നിൽക്കുന്നത്. അത്രയധികം കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അതുപോലെ പടവുകാർക്ക് കൃത്യമായിട്ട് കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവുകളൊക്കെ തുറന്നിടാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചേനം തരിശു പടവിൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞത് ഓവുകളൊന്നും അടച്ചിട്ടിട്ടില്ല എന്നാണ്. ജൂബിലി പടവിൻ്റെ പ്രസിഡൻറ്റും പറഞ്ഞത് ഓവുകളൊന്നും അടച്ചിട്ടിട്ടില്ല എന്നാണ്. എന്നാലും ഇതൊന്നും കൃത്യമായി കൃഷി കഴിഞ്ഞിട്ട് തുറക്കാത്ത 3 ഓവുകൾ ഞാൻ മുമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ ചേനം തരിശു പടവിൻ്റെ ഓവുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് അവിടെ പോയി നോക്കിയിട്ട് ആളുകൾ പറഞ്ഞത്. ഇപ്പോൾ ആ ഓവുകൾ തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ചേനം തരിശു പടവിൻ്റെ ഓവുകളൊക്കെ അടച്ചു വെച്ചേക്കാണ്. മഴ പെയ്താൽ വെള്ളക്കെട്ട് ദുരിതവും. നിലവിൽ കറുത്ത ജലത്തിൽ അഴുകിയ മലിനജലമാണ് പ്രദേശം മുഴുവൻ കെട്ടിക്കിടക്കുന്നത് എന്ന ദുരിതവും പേറുകയാണ് ഇവർ. അരയ്ക്കൊപ്പമുള്ള ഈ മാലിന്യം കടന്നു വേണം ആളുകൾക്ക് സഞ്ചരിക്കാൻ. സ്കൂൾ യൂണിഫോം കയ്യിൽ പിടിച്ചാണ് കുട്ടികൾ വെള്ളക്കെട്ട് മറികടക്കുന്നത്. തങ്ങളുടെ പ്രതിസന്ധി അകറ്റാൻ ബന്ധപ്പെട്ടവർ വേണ്ട നടപടിയെടുക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രദേശത്ത് മത്സ്യകൃഷി ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മത്സ്യകൃഷി നടത്തുകയും വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്തതോടെ പ്രദേശത്ത് നേരത്തെ മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിച്ചിരുന്നു. ഇതോടെ കോൾപടവുകളിൽ നിരോധിച്ച മത്സ്യകൃഷി ഇപ്പോൾ പുനരാരംഭിച്ചതിനെതിരെയും നാട്ടുകാർക്ക് രോഷമുണ്ട്. ചേനത്ത് വലിയ തോതിൽ മഞ്ഞപ്പിത്തം പടർന്നതിനെ തുടർന്ന് ചേർപ്പ്, പാറളം എന്നീ പഞ്ചായത്തുകളിൽ പടവിലെ മത്സ്യകൃഷി നിരോധിച്ചിരുന്നു. ചേനം തരിശുപടവിലാണ് ഈയിടെ മത്സ്യകൃഷി പുനരാരംഭിച്ചത്. ഇവിടെ കഴകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ജൂബിലി തരിശുപടവും കഴകൾ തുറക്കുന്നില്ല. പോലീസ്, നാട്ടുകാർ എന്നിവർ ഇടപെട്ടാണ് ചില കഴകളെങ്കിലും തുറന്നത്. കഴകൾ തുറക്കാത്തത് മൂലമാണ് പല വീടുകളിലും വെള്ളക്കെട്ട് ഒഴിയാത്തതെന്ന് കാണിച്ച് ചേർപ്പ് പഞ്ചായത്ത് അംഗം നസീജ മുത്തലിഫ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. സ്ലൂയിസുകൾ തുറക്കണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശം കോൾ മേഖലയിലെ മിക്ക പടവുകളിലും പാലിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം നാട്ടുകാരുടെ എതിർപ്പിനു ശേഷം ജൂബിലി തരിശുപടവിൽ മത്സ്യകൃഷി നടത്താറില്ലെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ പറഞ്ഞു. മത്സ്യകൃഷിക്ക് പലക വെച്ച് കഴ അടയ്ക്കുന്നത് ഭീഷണിയാണെന്നും വെള്ളക്കെട്ട് വിഷയത്തിൽ കലക്ടർ ഇടപെടണമെന്നും CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി പറഞ്ഞു. പലകയ്ക്ക് പകരം വല ഉപയോഗിച്ചാൽ ഒഴുക്ക് തടസ്സപ്പെടില്ല. പെട്ടിപ്പറ മാറ്റി പുതിയനം മോട്ടോർ പമ്പ് വന്നതോടെ പെട്ടിക്കഴകൾ ഇല്ലാതായതിനാൽ പാടത്തെ ഒഴുക്ക് കുറഞ്ഞു. ബണ്ടുകളിൽ വെള്ളം നിയന്ത്രിക്കാവുന്ന കോൺക്രീറ്റ് സ്ലൂയിസ് കം ഡിപ്പുകൾ വേണം.
തൃശൂർ പൊന്നാനി കോൾപടവിന്റെ വികസന പദ്ധതി പൂർത്തീകരിക്കാൻ പദ്ധതി കൺവീനർ കൂടിയായ തൃശൂർ MP ഇടപെടണം. റെഗുലേറ്ററുകൾ സമയത്ത് അടയ്ക്കാനും തുറക്കാനും ചണ്ടി മാറ്റാനും ഇറിഗേഷൻ KLDC ഉദ്യോഗസ്ഥർ കൃത്യത പാലിക്കണമെന്നും ജോബി പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തെക്കുംപാടം, മുത്തുള്ളിയാൽ തോപ്പ്, ഊരകം മേഖലകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പടിഞ്ഞാട്ടുമുറി GJB സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. 50ഓളം പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യ രമേശ്, സെക്രട്ടറി AV മുംതാസ്, അംഗങ്ങളായ PS വനജ, ശ്രുതി വിജിൽ, സുനിത ജിനു എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെ GJB സ്കൂളിൽ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. വാർഡിലെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയബന്ധിതമായിട്ട് കുളവാഴയും ചണ്ടി നീക്കാത്തതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പടവുകളിലെ സ്ലൂയിസുകൾ തുറക്കാത്തതിൻ്റെ പേരിലും വെള്ളം ഒഴുകി പോകാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകളെടുത്ത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചെയ്യുന്നൊരു നടപടികളിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ കമാൻഡ് മുഖത്ത് ചീപ്പ് നീക്കിയാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിൽ വെള്ളം കുറവായിരുന്നു. ആ സമയത്ത് ചീപ്പ് നീക്കേണ്ട കാര്യം പറഞ്ഞ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അവരെ സമയത്തൊന്നും എത്താനായിട്ടുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. പിന്നെ വന്നപ്പോൾ പുഴയിൽ വെള്ളം കൂടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു, തുറക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളമൊന്നും ഒഴുകി പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. അതുപോലെ തന്നെ ഇല്ലിക്കൽ ഷട്ടറിൻ്റെ ഒപ്പത്തിനാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. ഷട്ടറുകൾ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യവും ഇപ്പോഴുണ്ട്. അതിനനുസരിച്ച് കമാൻഡ് മുഖത്തെ ബണ്ടിനും ഉയരം കൂട്ടേണ്ടി വരും. ഇല്ലെങ്കിൽ വീണ്ടും വെള്ളം കിടക്കുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടാവും. മുത്തുള്ളിയാൽ ഭാഗത്തും അതുപോലെ തന്നെ പടിഞ്ഞാട്ടുമുറി, പണ്ടാരച്ചിറ, ഊരകം 11ാം വാർഡ് ഭാഗം, അങ്ങനെ കുറച്ച് വാർഡുകളിൽ നിന്നാണ് ഇപ്പോൾ ആളുകൾ ക്യാമ്പിലേക്ക് കയറിയിട്ടുള്ളത്. അവണിശ്ശേരി പഞ്ചായത്തിൽ കൂട്ടായ്മയുടെ മാതൃക. നാട്ടുകാരുടെ നികുതിപ്പണം വിനിയോഗിച്ച് ജലാശയത്തിന് പുനർജീവൻ നൽകി വാർഡ് മെമ്പർ. അവണിശ്ശേരി പഞ്ചായത്തിലെ 5ാം വാർഡിലാണ് കൂട്ടായ്മയുടെ ഈ മാതൃക. വാർഡംഗം ജോയ് പയ്യപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന തീവണ്ടിക്കുളം നികുതിപ്പണം വിനിയോഗിച്ച് നവീകരിച്ചത്. കുളം നവീകരിച്ച് നാടിനെ സമർപ്പിച്ചു. ചടങ്ങിൽ പ്രിയൻ പെരിഞ്ചേരി, ജോയ് പയ്യപ്പിള്ളി, ജോൺസൺ, ഐവൻ കട്ടിക്കാരൻ, ആശിഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നീന്തൽ അറിയുന്നവരെല്ലാം കുളത്തിൽ ആസ്വദിച്ച് നീന്തുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത്. കാരണം അറിയാം, ഈ കുളം വളരെ ആർക്കും ഉപയോഗശൂന്യമായ രീതിയിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ കുളം വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജോയിയുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി വലിയൊരു ഫണ്ട് വെക്കുകയും ഈ രീതിയിൽ ഈ കുളം നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ, ഒപ്പം തന്നെ യുവാക്കൾക്ക്, നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം അറിയാം, ലഹരിയും അതുപോലെ സിന്തറ്റിക് ലഹരിയും അടയ്ക്കു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ യുവാക്കളുടെ നീന്തൽ മത്സരങ്ങൾ അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ ലഹരിയാക്കി മാറ്റുവാൻ കൂടിയുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇവിടെ ഇത്തരം കുളങ്ങൾ നവീകരിച്ചിട്ടുള്ളത്. തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. പെയിന്റ് കടയും ഗോഡൌണും ചേർന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കിന് തീപിടിച്ച വലിയ നിലയിൽ തീ പടരുകയായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങളെത്തി തീയണച്ചു. എന്താണ് തീപിടുത്തത്തിനു കാരണമെന്ന് വ്യക്തമല്ല. തീപിടുത്തത്തെ തുടർന്ന് ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് കടയുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിൽ നിന്നും ഗ്യാസ് നീക്കിയിരുന്നു. ജില്ലകളിലെ കൂടുതൽ അഗ്നിശമന സേനകളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തൃശൂർ, പുതുക്കാട്, മാള, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി. കയ്പമംഗലം കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ, നമ്മുടെ ഈ
ജില്ലയുടെ തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമാണ്. ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഓരോ കൂട്ടായ്മകളും ഓരോ പ്രവർത്തനങ്ങളും കുറച്ച് ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ആ ഭാഗത്തുള്ള ആളുകളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും എത്തിപ്പെടുക എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് പരമ്പര. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്കറിയാം. നമ്മുടെ ഈ കൊച്ചുമക്കള് 10ാം ക്ലാസ് +2 ഉന്നത വിദ്യാഭ്യാസം നേടിയ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട്. ഒട്ടേറെ വലിയ സദസ്സുകളിൽ ആദരിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഇത്തരത്തിലുള്ള ചെറിയ ഓരോ ഗ്രൂപ്പുകള്, ചെറിയ ഓരോ സംഘടനകള് ആ കുട്ടികളെ, ആ ഭാഗത്തുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് ഒരു ചെറിയൊരു മൊമെന്റോ കൊടുത്തുകൊണ്ട് നാളേക്ക് അവരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രതിനിധി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനം. പ്രവാസി പരമ്പര രക്ഷാധികാരി റഷീദ് കണിയംകുടി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SIT അഭിലാഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അറയങ്ങാട്ടിൽ, പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ KK സക്കറിയ, പ്രവാസി പരമ്പര കോർഡിനേറ്റർമാരായ റഫീഖ് മൊയ്തു, സലിം പുത്തംകുളം, TA മുനീർ, ജനറൽ സെക്രട്ടറി PU ഷമീർ, ട്രഷറർ MA മനാഫ് എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം ചന്ദ്രാപ്പിന്നി മേഖലാ സമ്മേളനം നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TK ചന്ദ്രബാബു അധ്യക്ഷനായി. കൺവീനർ ഹരിലാൽ മാണിയത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS ഷജീദ്, PS സതീഷ്, TK വിമല, PS സഗീർ, ഗീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. താഴെത്തട്ടിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച് അത് കൃത്യമായി മേലേത്തട്ടിലേക്ക് കൊണ്ടുപോയി അത് നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതാണ് നമ്മുടെ കർഷക സംഘമാണെന്നുണ്ടെങ്കിലും പാർട്ടിയുടെയും ഏറ്റവും വലിയ പ്രത്യേകത. അത് മറ്റ് പാർട്ടി സംവിധാനങ്ങളിലോ മറ്റു മേഖലകളിലോ കാണാത്തൊരു പ്രത്യേകത കൂടിയാണ്. അവിടെ മേൽത്തട്ട് മാത്രമേ ഉള്ളൂ, താഴെത്തട്ടില്ല. എന്നാൽ ഒരു സംഘടന പ്രവർത്തിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ തട്ടിലുള്ള ആളുകളുടെ, അതായത് സാധാരണക്കാരായുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ അത് നീണ്ടകാലം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതിന്റെ ഭാഗമായി നമ്മൾ യൂണിറ്റ് സമ്മേളനങ്ങൾ ആരംഭിച്ചല്ലേ, നമ്മുടെ മേൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളന നടപടികൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. CPI ചന്ദ്രാപ്പിന്നി സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീന്ദ്ര ബാബു, ബ്രാഞ്ച് സെക്രട്ടറി V ഉദയകുമാർ, AR കണ്ണൻ, സക്കീന, PG സനോജ് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവരുടെ ബ്രാഞ്ച് പരിധിക്കുള്ളിൽ വരുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ മാത്രമല്ല, ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മുഴുവൻ കുട്ടികളെയും ഈ ബ്രാഞ്ച് പരിധിക്കുള്ളിൽ വരുന്ന കുട്ടികളെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഒരു മൊമെന്റോ വാങ്ങുക എന്നുള്ള പ്രക്രിയ അല്ല നിങ്ങളിതിൽ കാണേണ്ടത്. മറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി, ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി സമൂഹത്തിനു കൂടി വലിയ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ വിജയം. ഈ സമൂഹത്തിൻ്റെ കൂടി വിജയമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹാദരങ്ങൾ, സ്നേഹോപഹാരങ്ങൾ നിങ്ങൾക്ക് തരുന്നതിനെ നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,305 രൂപ, പവന് 74,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും ഒപ്പം കുറുനരി ആക്രമണവുമായതോടെ ദുരിതത്തിൽ മുത്തുള്ളിയാൽ തോപ്പിലെ കുടുംബങ്ങൾ. മേഖലയിൽ 50ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. കനത്ത മഴയെ തുടർന്ന് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തെക്കുംപാടം, മുത്തുള്ളിയാൽ തോപ്പ്, ഊരകം മേഖലകളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അവളിശ്ശേരി പഞ്ചായത്തിൽ കൂട്ടായ്മയുടെ മാതൃക. നാട്ടുകാരുടെ നികുതിപ്പണം വിനിയോഗിച്ച് ജലാശയത്തിന് പുനർജീവൻ നൽകി വാർഡ് മെമ്പർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.